പല ആളുകളെയും അല്ലെങ്കിൽ പല ജീവനക്കാരുടെയും കൂട്ടായത് ഇപ്പോൾ ഈ ഓണം ആഘോഷിക്കുന്നത് പോലും കേരളത്തിൻ്റെ ദേശീയ തനിമയുള്ള ആഘോഷം എന്ന് പറയുന്നത് ഓണം പോലും ആഘോഷിക്കുമ്പോൾ സ്വന്തം ജീവനക്കാർക്കൊപ്പം ഇരുന്ന് ആ എത്ര പ്രീഷ്യസ് ആയ ടൈം മാറ്റി വെച്ചുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തന്നെ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഒരു ഉടമയുടെ അല്ലെങ്കിൽ ആ നടത്തിപ്പുകാരനോടൊപ്പം തോൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു എന്താ പറയുക ഒരു വൃന്ദം എന്ന് പറയുന്നത് ശരിക്കും അഭിമാനാർഹമായ കാര്യം തന്നെയാണ്. അതിനെ ഞാൻ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കമ്പനിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അഡ്മിനിസ്ട്രേഷൻ പരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ പ്രശ്നങ്ങൾ, ഒരു ഓഫീസ് സ്ട്രക്ചറായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ MD സ്ഥലത്തില്ലാത്തപ്പോൾ അല്ലെങ്കിൽ MDയുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ GMന്റെ പകരക്കാരനായി എല്ലായിടത്തും റോൾ ചെയ്യുന്ന ആളാണ് ശരിക്കും ഒരു അഡ്മിൻ മാനേജർ എന്ന് പറയുന്നത്. അഡ്മിൻ മാനേജർ എന്ന് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കേട്ടിരുന്നു. ഏകദേശം ഒരു കമ്പനി തുടങ്ങി 5-6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതോടൊപ്പം ചേർന്ന് ഏകദേശം 18-19 വർഷത്തോളമായി ചേർന്ന ഒരു അഡ്മിനാണ്. അത് ഒരു വനിതയാണ് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മൾ ശരിക്കും കാരണം ഞാൻ ആ സ്ഥാപനത്തിൽ പരിശോധിച്ചപ്പോഴും കീ പോയിന്റുകളിൽ ഇരിക്കുന്ന പലരും ഭൂരിഭാഗം ആളുകളും വനിതാ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉള്ള ആളുകൾ. സാധാരണഗതിയിൽ ഒരു പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അത്തരത്തിലുള്ള എണ്ണങ്ങൾ പൊതുവെ കുറവായിരിക്കും. ദീപ ഗോപിനാഥ് അഡ്മിൻ മാനേജറാണ് ഫാൽക്കണിൻ്റെ. ശരിക്കും ഈ ഒരു അഡ്മിൻ മാനേജറായിട്ടുള്ള ഇങ്ങോട്ടേക്കുള്ള കടന്നുവരവ് താങ്കളുടെ ജീവിതത്തിൽ വരുത്തിയ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഏകദേശം ഈ 10-18 വർഷം നിന്നപ്പോൾ താങ്കൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ഒരനുഭവം ഉണ്ടാകും. തീർച്ചയായും ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഇന്ന് കഷ്ടപ്പെടുന്ന കാലത്ത് ഇത്തരത്തിലൊരു നീക്കം എന്ന് പറയുന്നത് വളരെ ഇതായ കാര്യമാണ്. എങ്ങനെയാണ് ഫാൽക്കണിലേക്കുള്ള വരവും തുടർന്നുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണം? അതായത് 2006-ലാണ് ഞാൻ വരുന്നത്. 2006 ജോയിൻ ചെയ്ത്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എല്ലാവരും കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ എല്ലായിടത്തും പോയി കുറച്ച് കഴിയുമ്പോൾ പിന്നെ പോരും, ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ സാറിന് മനസ്സിലായി എന്നെ ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ള. അവരൊക്കെ വേറെ വേറെ കുറച്ച് ഇതായിട്ടല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആ ഓഫീസിന്റെ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ പറ്റണില്ല. അപ്പൊ അന്നുണ്ടായിരുന്ന GM എന്ന് പറഞ്ഞാൽ സൈമണി അർക്കൽ എന്ന് പറഞ്ഞിട്ട് PWD എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. അപ്പൊ ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ വർക്കും എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, ഞാൻ ചെയ്തു കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞപ്പോ അപ്പോഴും സാറിന് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കും ഇല്ല. ജസ്റ്റ് നമുക്ക് എന്താണെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം അപ്പൊ എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9:30 ആകുമ്പോഴത്തേക്കും എൻ്റെ ക്യാബിൻ്റെ വരും, എന്നിട്ട് ഇവിടെ വർക്കുണ്ട് അത്യാവശ്യം. അപ്പൊ എന്താ വെച്ചാൽ നമുക്കൊരു ഓഫീസ് വർക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ജസ്റ്റ് നമുക്ക് ആകെ ഉള്ളത് ഈ ഫോൺ കോൾസ് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്, വേറെ ഒന്നും അറിയില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും എനിക്കറിയില്ല. ജസ്റ്റ് ഞാനന്ന് കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് മാത്രം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. 2-3 പേര് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഇരിക്കാനായിട്ട് പറ്റണത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സാറായിരുന്നു എന്റെ ഗുരു. അങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മളുടെ നേരെ ഇപ്പൊ ഒരാൾ വന്നിട്ടാണ് നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത്, നിങ്ങൾ ഇങ്ങനെയല്ലേ, നിങ്ങളാണല്ലോ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പതറിപ്പോവുക ചെയ്യണം. നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ നേരെ പലതും വരും, പക്ഷെ നമ്മൾ ഒരു സ്റ്റാൻഡിൽ നിന്നിട്ട് അവരോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് സാർ ഇപ്പൊ പറഞ്ഞ എനിക്ക് ഇതുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ആ ചെയ്യുന്ന ആ ജോലിയോട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതാണ് നമുക്ക് ആ പറഞ്ഞു തന്നെ. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്തോരം ഇതിലേക്ക് മാറി, ഒരു അഡ്മിൻ്റെ ഇതിലേക്ക് വന്നപ്പോൾ അതിന്റെ സന്തോഷമുണ്ട്. പക്ഷെ അത് സാറിലൂടെ വന്നതാണ് ആ ഒരു ക്യാരക്ടറും ഇപ്പൊ മറ്റുള്ളവരോടുള്ള ഇപ്പൊ എന്തൊരു പ്രോബ്ലം വന്നാലും എന്നുവെച്ചാൽ ഞാൻ ചേർത്തലയാണ്, എൻ്റെ വീട് ചേർത്തലയായിരുന്നു. അപ്പൊ നമുക്ക് വീട്ടിലൊരു കുട്ടിയാണ്. അപ്പം എനിക്ക് അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും ഒരു റെസ്പോൺസിബിലിറ്റി അങ്ങനെ എടുക്കേണ്ട കാര്യം വന്നിട്ടില്ല. പക്ഷെ ഒരു ഓഫീസിലാകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരുപാട് ചട്ടക്കുട്ടം നിന്നിട്ടല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചത് സാറിൻ്റെ അടുത്തുനിന്ന്. പക്ഷെ നമ്മളെ പതറാണ്ട് ആദ്യം അതിൽ എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ബാക്കി ചെയ്യുക. അപ്പൊ എന്താ പറയുക, ഒരു ഗോഡ് ഫാദർ എന്ന നിലയിൽ ആണ് ഞാൻ ഇപ്പോഴും. വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ കൂടെ ആണെങ്കിലും ശരിക്കും മാഡത്തിന്റെ ഒരു നല്ല സപ്പോർട്ട് സാറിനുണ്ട്. കാരണം സാറിന്റെ ഓരോ ഇതിലും മാഡത്തിന്റെ സപ്പോർട്ട് അത് നമുക്ക് ആ ഇത് കാണാം. കാരണം സാർ ഇപ്പോഴും നല്ല ചെറുപ്പമായിട്ട് നമ്മളോടൊപ്പം ഞങ്ങൾക്ക് പ്രായമാകുന്നുണ്ട്, പക്ഷെ സാർ ഇപ്പോഴും എങ്ങായിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ മാഡത്തിന്റെ സപ്പോർട്ട് സാറിന് നന്നായിട്ടുണ്ട്, ഫാമിലിയുടെ സപ്പോർട്ട്.
അപ്പൊ അതിന്റെ ഒപ്പം ഞങ്ങൾ ചെറിയ ചെറിയ സപ്പോർട്ട് സാറിന് കൊടുക്കാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷമായിരുന്നു വിവാഹമൊക്കെ? അതെ അതെ അതെ. അതെ. ഇവിടുന്ന് ഒരു വണ്ടിയായിട്ടാണ് വന്നത്. ഈ ദീപ വരുന്നതിന് മുമ്പ് ദീപയുടെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഓ, അവർ ഗവൺമെൻറ്റിൽ ജോലി കിട്ടി പോയപ്പോൾ ദീപയുടെ റിലേറ്റീവിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു സിസ്റ്റർ ഉണ്ട്, ഇതുവരെ വർക്കും ചെയ്തിട്ടെന്ന് പറഞ്ഞു വിട്ടേ ചോദിച്ചു. ധൈര്യമായിട്ടിടാൻ പറഞ്ഞു. കാരണം അദ്ദേഹം നമ്മളൊരു കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ ചില രീതികളും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ. അപ്പോൾ ആ കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ മനസ്സിലായോ, വളരെ ഏബിളായിരുന്നു, അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, മനസ്സിലായോ. പക്ഷേ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാതെ പറഞ്ഞപ്പോഴും പറഞ്ഞ് ധൈര്യമായിട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് വന്നത്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനക്കാരി ഇത്രത്തോളം വർഷം വിവാഹത്തിന് മുമ്പൊക്കെ വരുന്നു, 10-18 സ്ഥാപനം തുടങ്ങിയിട്ട് 20-25 വർഷമാകുന്നു, അതിനുശേഷം വരുന്നു, ആ ലെവലിലെ ഉയർച്ചകൾ വന്നു, അല്ലാതെ ഒരു അഡ്മിൻ മാനേജറാക്കുക എന്നുള്ളത് തികച്ചും പ്രോത്സാഹനമുണ്ട്. കാരണം എന്തൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം നികത്താൻ കഴിയുന്ന സൊല്യൂഷൻസ് ഒരു ഉടമയുടെ കയ്യിൽ തന്നെ. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമുക്ക് ഷെയർഹോൾഡേഴ്സിന്റെ ഇഷ്യൂസ് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഡിവിഡൻഡ് പ്രാവശ്യം ഞാനിങ്ങനെ ഒരാൾക്ക് 2 പ്രാവശ്യം അയാളുടെ അക്കൗണ്ടിലേക്ക് പോയി. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചു അത് അതെവിടെയാണ്. ആ ഒരു 8,000 ഞാണ്ടായിരുന്നു അന്നൊക്കെ. നമ്മൾ ആദ്യം 2019-10 പറയുമ്പോൾ കുറച്ച് ലോയിലായിരുന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അത് ഇങ്ങനെ ഈ ഒരാളുടെ അക്കൗണ്ടിലേക്ക്, മലപ്പുറത്തുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് ഇത് പോയത്. ഞാൻ സാറിച്ചയ്ക്ക് വന്നിരിക്കുകയാണ്, സാർ ഞാൻ തന്നെ ചെയ്ത തെറ്റാണ്, അറിയാതെ ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ എന്താ പറയുക ബാങ്കില് നെറ്റ് ട്രാൻസ്ഫർ തുടങ്ങുന്ന സമയം. അപ്പൊ ആ ഒരു ടൈമില് നമുക്ക് അറിയാതെ ആ അക്കൗണ്ടിൽ തന്നെ 2 പ്രാവശ്യം പോയി. അത് കുഴപ്പമില്ല, അയാളെ വിളിച്ചിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ മാത്രമേ എന്നോട് പറയാൻ പറയുന്നുള്ളൂ. ഞാൻ വിളിച്ചു അങ്ങനെ പറഞ്ഞു, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ എക്സ്ട്രാ ഒന്നും വേണ്ട, ഞാനത് അങ്ങിട്ട് തരാം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സാറിനോട് സാർ എങ്ങനെയായി, ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമായി. ശരിക്കും ഒരു മുതിർന്ന ആളുകളെ വല്ലാത്ത രീതിയിൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു നേച്ചറായിരുന്നു എന്ന് ഞാൻ ആദ്യം കണ്ടിരുന്നു. പ്രഷേഴ്സ് എന്ന് പറയുന്നത് ശരിക്കൊരു മുൻ തഹസിൽദാരായ അഷ്റഫ് സാർ കമ്പനിയുടെ പ്രധാനപ്പെട്ട ലീഗൽ സൈഡിലാകട്ടെ, അതോടൊപ്പം തന്നെ റവന്യൂ തലത്തിലാകട്ടെ, സർവീസ് മേഖലയിലാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കൽ എങ്ങനെയാണ്? അഷ്റഫ് സാറ് ഒരു ദിവസം എന്നെ വിളിച്ചു, ആദ്യം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വരാൻ പറഞ്ഞു അല്ലേ, വരികയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ പരിചയപ്പെടുത്തി. ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല, എനിക്ക് അദ്ദേഹത്തിന് മുമ്പ് പരിചയമൊന്നുമില്ല. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ റിട്ടയർ ചെയ്തു, എനിക്ക് എന്തെങ്കിലും ജോലിയുടെ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം നേരത്തെ ഒരു ഇതേപോലെ തന്നെ ഡെപ്യൂട്ടി തഹസിലായിട്ട് റിട്ടയർ ചെയ്തല്ലേ, നമ്മുടെ കുട്ടപ്പൻ സാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇല്ല എന്നുള്ളൂ അറിയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള എനിക്കുള്ള സംസാരിച്ചപ്പോൾ അപ്പം അന്ന് സത്യത്തിൽ ഞാൻ പറഞ്ഞു നോക്കിയിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാനുണ്ട്. വളരെ ആത്മാർത്ഥതയുള്ള സത്യസന്ധനായിട്ടുള്ളൊരു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് കമ്പനിക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഏത് കാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പോയി കൃത്യമായി നടത്തുന്നതിനും ചെയ്യുന്നുള്ളൊരു ആത്മാർത്ഥത ഉള്ളൊരു വ്യക്തിത്വമാണ്. അപ്പം അത്തരത്തിൽ പല മേഖലകളിലും നമുക്ക് അങ്ങനത്തെ ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു എന്താ പറയുക, ഫുൾ ടൈം അവരുടെ ഫീൽഡിലുള്ള ജോലി അല്ലെങ്കിൽ കൂടി അല്ലാത്ത ചിലത് കൂടി ഏൽപ്പിക്കാറുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിനൊരു താല്പര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. തീർച്ചയായും സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിൽ എസ്പെഷ്യലി റവന്യൂ പോലുള്ള വകുപ്പുകളെ പറ്റി പറയുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥർ ഒരു പരിധി വരെ പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആൾ നല്ലതാണെങ്കിലും ചീത്തയാക്കുന്ന ചിലപ്പോൾ സമൂഹമായിരിക്കും, വേണ്ടെങ്കിലും വേണ്ടാത്ത ശീലങ്ങൾ പഠിപ്പിക്കുന്ന സമൂഹമായിരിക്കാം. അത്തരത്തിൽ പ്രവർത്തിച്ച ഒരാൾ സാർ ആദ്യം പറഞ്ഞിരുന്നു, ആത്മാർത്ഥവും സത്യസന്ധവുമായ ഒരു പ്രവർത്തന ശൈലി
ഇതിനെയൊക്കെ എങ്ങനെയാണ് സാർ ഫിൽട്ടർ ചെയ്തത്? എങ്ങനെ? അല്ല, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരാളെ എടുക്കുമ്പോൾ ഒരു അന്വേഷണം നടത്തുമല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താണെങ്കിൽ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ടറേറ്റിൽ തന്നെ പഴയ ഫ്ലഡിൻ്റെ സമയത്ത് അവിടെ കുറേ തിരുമറിയണമെന്നല്ലോ, കുറേ പൈസ അടിച്ചു മാറ്റലും ബാക്കിയൊക്കെ ഉണ്ടായപ്പോൾ, അപ്പോൾ അതിൻ്റെ പോലും അവരെ സസ്പെൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ ചാർജ് കൊടുത്ത് അന്വേഷിച്ചതും ബാക്കിയുള്ളതൊക്കെ ഏൽപ്പിച്ച ഒരാൾ അദ്ദേഹമാണ്. അപ്പോൾ കുറച്ച് ആത്മാർത്ഥ്യം നല്ലൊരാളല്ലെങ്കിൽ ഏൽപ്പിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അതാണ് അദ്ദേഹത്തെക്കുറിച്ച്. വളരെ ക്ലീനാണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് പലരും നമുക്കറിയാലോ, വളരെ സത്യസന്ധനാണ്, ക്ലീനാണ്, എന്ത് കാര്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആ സത്യസന്ധത അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടാണ്. ഇതാ പറഞ്ഞതിനപ്പുറമാണ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. വെച്ചാൽ പറയുമ്പോൾ അവരെല്ലാം പറഞ്ഞൊന്നും വരില്ല, പക്ഷേ അതിനേക്കാൾ ഞാൻ പറയുന്നത് വളരെ ആത്മാർത്ഥത്തോടുകൂടി ഏത് കാര്യം ഏൽപ്പിച്ചാലും അതിൻ്റെ അന്വേഷിച്ച് സത്യസന്ധമായ കാര്യം വന്ന് പറയും, ഇന്നാണ് ചെയ്യേണ്ടതെന്ന് പറയും. അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. തീർച്ചയായും അഷ്റഫ് സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ, അഷ്റഫ് സാർ ഈ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ സാർ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം സാറിന് അറിയാമായിരുന്നു എന്ന് അഷ്റഫ് സാറിന് അറിയാമോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. കാരണം ഒരു കാര്യം പറയട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിലും, അതായത് കുമാരനാശാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അതെന്താണെന്ന് അറിയാമോ? എന്താണെന്ന് വെച്ചാൽ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആളാണ്. അതാണ് കുമാരനാശാൻ. അപ്പോൾ പ്രത്യേകിച്ചൊരു കാവ്യം എഴുതിയിട്ടില്ല, പക്ഷേ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. ഇതുപോലെ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് മുഴുവനും ഞാൻ 5 IASകാരുടെ കീഴിലാണ്. അപ്പോൾ ഞാൻ 1.5 വർഷമായിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ സായാഹ്നമായെന്നുള്ളൊരു ചിന്തയായിപ്പോൾ എനിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സൺസെറ്റിനോട് അടുത്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, വർക്ക് ചെയ്യണം. പക്ഷേ അതിന് ക്വാളിറ്റിയുള്ള ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. വേറൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് വേറൊരു സ്ഥലത്തുനിന്ന് ഒരു അപ്പോയിൻമെൻറ്റ് പോലെ വന്നു, സാറിൻ്റെ അടുത്ത് വരുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ അവിടെ ഞാൻ അന്വേഷിച്ചു. അത് ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ അന്വേഷിച്ചു. സാധാരണക്കാരായ താഴേക്കടയിലുള്ള ജീവനക്കാരോട് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ ഒരു ട്രസ്റ്റ് വർത്തി ആക്കാൻ പറ്റിയ ഒരു മുതലാളി അല്ല അദ്ദേഹം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്. പിന്നെ മൊത്തത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോഴും അവിടെ എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായില്ല. അവിടെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന വഴിയാണ് സാറിനെ കാരണം കയറുന്നത്. അപ്പോൾ സാറിൻ്റെ സമയം എല്ലാം ഞാൻ തുറന്നു തന്നെ പറഞ്ഞു, ഞാനിന്ന് ജോലി കഴിഞ്ഞിരിക്കുന്ന ആളാണ്, വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം കുറവുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അതുവഴിയെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാറ് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് നമ്മളോട് കാണിച്ചതും ബിഹേവ് ചെയ്തതും എല്ലാം നല്ല രീതിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ കുമാരനാശാൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, അതുപോലെ നമുക്കൊരു IASകാരൻ്റെ കീഴിൽ വർക്ക് ചെയ്താണ് എനിക്കൊരു എക്സ്പീരിയൻസ്. എൻ്റെ താഴെയിൽ ഏതാളുകളുണ്ടെങ്കിലും എനിക്ക് മാനേജ് ചെയ്ത് പറ്റും. പക്ഷെ മുകളിലുള്ള ആളുകൾ അത്രയും ക്വാളിഫൈഡ് അല്ലെങ്കിൽ അത്രയും ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകളെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടലായിരിക്കും. അത് എനിക്ക് സാറിൽ ദർശിക്കാൻ പറ്റി. ഇപ്പോഴും ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഈവൻ യു കുഡ് ഹാവ് ഗെറ്റ് IAS എന്നുള്ളതിൽ. പക്ഷേ ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റി കൂടി സാറിന് കണ്ടതുകൊണ്ടും പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്കിനിയും സൺസെറ്റൊന്നും ആയിട്ടില്ല, ഇനിയുമുണ്ട് ഒരു ബാല്യം. അല്ല, ഓഫീസിനുള്ളിൽ തന്നെ ഒരു സംസാരമുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ചാക്കോ ബോബനാണ് എന്നൊക്കെ അങ്ങനെ സംസാരിക്കണ്ട. അതൊക്കെ ഒരു പക്ഷേ ശരിയായിരിക്കും. തമാശ, പിള്ളേരുടെ കൂടെ കൂടുമ്പോൾ നമ്മൾ തമാശ ഉണ്ട്. പിന്നെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ വീട്ടമ്മമാർ തുടങ്ങി കുട്ടികൾ തുടങ്ങി മുതിർന്നവർ തുടങ്ങി ഞാൻ ഉൾപ്പെടെ സ്ട്രെസ്സിന് ഭയങ്കരമായിട്ട് ഒരു ദൈവമായിട്ടുള്ള ആളുകളാണ്. സ്ട്രെസ്സാണ് നമ്മുടെ എല്ലാ കഴിവുകളെയും ഇല്ലാതാക്കുന്നതും പിന്നെ സൂയിസൈഡിലേക്കും പല കാര്യങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഈ സ്റ്റാഫിൽ വെച്ച് സാറ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാറാണ് ഏറ്റവും എന്തൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുന്നതും നല്ല പോസിറ്റീവ് വൈബിൽ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് റിലീഫ് തീർച്ചയായിട്ടും സാറിന് ഉണ്ടാവും സ്ട്രെസ് എന്നുള്ളത് അറിയാം. കാരണം ഒരു സംരംഭകൻ എന്ന നിലയിൽ സാറിന് ഒത്തിരി സ്ട്രെസ് ഉണ്ടാവും, ഫാമിലി മാറ്റേഴ്സ് ഉണ്ടാവാം, വേറെ റിലേഷൻഷിപ്പുകളും ഫ്രണ്ട്സും എല്ലാ വലയങ്ങളും ഉണ്ടല്ലേ. ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ ഹൗ ക്യാൻ യു കീപ് ദിസ് സ്മൈലിംഗ് ഫേസ്? അതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ, ഈ നമ്മളിവിടെ ജീവിതം തുടങ്ങി നമുക്കൊരവസാനമുണ്ട്. ആ സമയം നമുക്കറിയില്ല.
ഇപ്പോൾ ചുരുക്കകാലമാണ് നമ്മുടെ ജീവിതം ഇവിടെ ഉള്ളത്. എന്ത് വന്നാലും നമ്മളതിനെ തരണം ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ അതിനൊരു ആത്മഹത്യ എന്നുള്ളത് അതിനൊരു സൊല്യൂഷനല്ല. പലരും ഈ സ്ട്രെസ് കൊണ്ട് എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലെത്തുന്നുണ്ട്. പക്ഷെ സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഇവിടെ ഇല്ല. എന്താണുള്ളത്? നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കഷ്ടപ്പാടുകൾ വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ, നമ്മളെക്കാൾ കഷ്ടപ്പാടുള്ള പല ആളുകൾ നമുക്ക് അനുഭവത്തിലില്ലേ? അവരുടെ ജീവിതം ആലോചിച്ചേ. ഇപ്പോൾ നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്കൊക്കെ മക്കളുണ്ട്. അവരൊക്കെ ദൈവാനുഗ്രഹത്താൽ അസുഖമില്ലാതെ, അല്ലെങ്കിൽ ഒരു മറ്റുള്ള സംസാരിക്കാൻ കഴിയാതെയോ, അല്ലെങ്കിൽ കണ്ണ് കാണാത്തോ, ചെവി കേൾക്കാത്തോ, അല്ലെങ്കിൽ അംഗവൈകല്യം ഇതായിട്ടുള്ള എത്ര കുട്ടികളിൽ ഇല്ലേ? സ്വന്തം ജോലിക്ക് പോകാൻ പറ്റാതെ അമ്മമാർ, അത് ആ അമ്മ മരിച്ചു കഴിഞ്ഞ കുട്ടികളുടെ ഭാവി എന്താണെന്ന് ആലോചിക്കുന്ന എത്ര കുടുംബങ്ങളില്ലേ? അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. അത് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്നെല്ലാം ദൈവം നമുക്ക് എന്ത് ചെയ്തു? അങ്ങനത്തെ യാതൊന്നും വരുത്തിയിട്ടില്ല. നമ്മളെല്ലാം നല്ല സന്തോഷം അതിൽ അല്ലേ? അവിടെയാണ് നമ്മുടെ സന്തോഷം ഉണ്ടാവേണ്ടത്. നമ്മൾ എന്നും എല്ലാവരും പ്രശ്നങ്ങൾ ആർക്കില്ലാത്ത ഫിനാൻഷ്യലാണെങ്കിൽ അതിന് സൊല്യൂഷൻ വരും. നമ്മൾ ആ സൊല്യൂഷനിലേക്ക് എന്താണെന്നുള്ളത് നോക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ അത്തരത്തിൽ ഒരു എൻ്റർപ്രണർ ആകുമ്പോൾ, അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിലും പല പ്രശ്നങ്ങളും വരും. സൊല്യൂഷനാണ്. അപ്പോൾ അവിടെ ഒരു വഴി അവിടെ വരും. മനസ്സിൽ നമുക്ക് വേണമെന്ന്, ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. എൻ്റെ വിഷമങ്ങളൊക്കെ നേരിട്ട് പറയാൻ എനിക്കൊരാളുണ്ട്. ഞാൻ കാലത്ത് തന്നെ പള്ളിയിൽ പോകുമ്പോൾ അതൊക്കെ കൃത്യം പറയും. എനിക്ക് പിന്നെ ഒരു വിഷമമില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നമെങ്കിലും അത് എടുക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് നമ്മളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, പ്രശ്നങ്ങൾ പലതും വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതൊന്നും എൻ്റെ മനസ്സിൽ അലട്ടിയിട്ടില്ല. മറ്റൊന്നെന്താണെങ്കിൽ, ഈ ജനങ്ങളുടെ മുന്നിൽ നമ്മളൊരു ഫേസാണ്. മനസ്സിലായോ? ആ ഫേസ് നോക്കി നിൽക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ആ ഫേസിൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊക്കെ പകരുള്ളൂ. അതിപ്പോൾ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ ഒരു വീട്ടിലൊരു കുടുംബനാഥൻ്റെ മുഖത്തൊരു വിഷമം ഉണ്ടായാൽ ബാക്കി പിന്നെ അവിടെ എല്ലാവർക്കും എന്തായിരിക്കും? അപ്പം അതിന് ചാൻസ് കൊടുക്കാൻ പാടില്ല. പിന്നെ അത്തരം വിഷമങ്ങൾ കാണുമ്പോൾ നമ്മൾ ഏത് റിലേറ്റ് ചെയ്തിട്ടുള്ളാണോ, ഒരു പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവനെ ചിന്തിച്ചാൽ പോരെ. ഇവിടെ ഈ ഫാൽക്കണിൽ ഒരു സൂയിസൈഡ് കേസ് വന്നുണ്ട്. പഠിക്കാൻ വന്ന ഞാൻ 2700ഓളം സ്ത്രീകൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നമ്മുടെ ഈ ചാനലിലൊരു പെൺകുട്ടി അന്ന് ഇവിടെ ബേക്കറി പ്രൊഡക്ട്സ് പഠിക്കാൻ വന്നപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അന്ന് 5 മാസത്തെ 2000 വെച്ച് 10000 രൂപ വാടക കൊടുത്തിട്ടില്ല. ഈ ഒരു അനാഥാലയത്തിൽ നിന്ന് കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിയാണ്. അയാളും അനാഥാലയത്തിൽ നിന്നാണ്. അങ്ങനെ വന്നിട്ടുള്ളൊരു കുടുംബം, 2 മക്കളുണ്ട്. അപ്പോൾ വാടക കൊടുക്കാതെ പകുതിയിൽ 5000 കൊടുത്തില്ലെങ്കിൽ അന്ന് വൈകുന്നേരം 5 മണിക്ക് ഇറക്കി വിടുന്നുള്ളതുകൊണ്ട് ആ കുട്ടി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ നാളെ മുതൽ ഉണ്ടാവില്ല. എന്താ വെച്ച് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ആത്മഹത്യയല്ല വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ് കേട്ട ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, സാർ അങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ കൊണ്ട് ഇവിടെ വരാൻ പറഞ്ഞു. എൻ്റെ ഓഫീസിൽ വന്നു. അന്ന് എൻ്റെ കയ്യിലില്ല, ഞാൻ 5000 രൂപ നിന്ന് അക്കൗണ്ട്സ് വാങ്ങിച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ പൈസ കൊടുക്കുക, ആത്മഹത്യ പരിഹാരമില്ല. എന്നിട്ട് നിങ്ങൾ ഞായറാഴ്ച ഭർത്താവിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞു. അവർ വീട്ടിൽ വന്നു. അവർക്ക് ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് പല സാധനങ്ങളും നമ്മളതിനുള്ള വാങ്ങിച്ചു കൊടുത്തു. അവർ ഒരു ബേക്കറിയുടെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പറഞ്ഞു. അവർ ബേക്കറി പ്രൊഡക്ട്സ് തുടങ്ങി. ഇന്ന് ആ കുടുംബം അത്യാവശ്യത്തിന് നമ്മുടെ ഈ എടപ്പള്ളി ചാനൽ ഭാഗത്ത് പലയിടത്തും ഈ സാധനം ഉണ്ടാക്കിയ കടകളിൽ ബേക്കറിയിൽ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നല്ല സാധനം ഉണ്ടാകുമ്പോൾ എൻ്റെ വീട്ടിൽ കൊടുത്തു തരും. ഞാൻ പറയുന്നത് അവരെങ്ങനെയോ ആ ന്യൂസ് എൻ്റെ അടുത്തെത്തി, ഞാൻ അതിന് ഒരു ഇത് ചെയ്തു. അപ്പോൾ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യമില്ല. നമുക്കതിന് എത്രയോ കേസുകൾ, എനിക്കറിയാത്ത എത്ര ആൾ വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പലരും വരും. ഞാൻ സ്ഥിരമായിട്ട് എല്ലാ മാസവും ഒരു 3000 രൂപ 4000 രൂപയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അമ്മ, അവർക്ക് മരുന്ന് മാത്രം മതി. കാലത്ത് വരും, അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ആ മരുന്ന് ഞാൻ നമ്മുടെ
സെക്യൂരിറ്റിയാണ് വിട്ടിട്ടാണ് അയാൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. അത് ഒഴിക്കുമ്പോൾ കാപ്പിയൊക്കെ കുടിക്കും, വരുമ്പോൾ കൊടുക്കും. എന്നെ തൊഴുതിട്ട് പോവും. ഞാൻ പറയും ഒന്നും വേണ്ട, അത് ആരുമില്ല ഒരമ്മ. അതുമാതിരി എത്ര കേസുകൾ നമ്മൾ. അപ്പോൾ ദൈവം ഒരു ഇത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഇതുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ട് നമ്മളും രക്ഷപ്പെടും. ആ വിശ്വാസമാണ് നമ്മൾ നയിക്കേണ്ടത്. തീർച്ചയായും ഒരു സംരംഭകർക്ക് മാത്രമല്ല, ഇത് ശരിക്കൊരു മോഡലാണ്. റിയൽ മോഡൽ എന്ന് പറയുന്നത് കേരള മോഡൽ എന്ന് പറഞ്ഞാൽ പോലെ അതിനപ്പുറം ഒരു മോഡലാണ്. കാരണം മാതൃകയാക്കാവുന്ന ഒരു ഇത്. കാരണം പല ഘട്ടത്തിലും സംരംഭകരായിട്ട് അല്ലാത്തവരാകട്ടെ പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മഹത്യയിലും നാടുവിടലിലും ഒക്കെ അഭയം കാണുന്ന ഒരു സാഹചര്യമാണ്. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ മരിക്കുന്നതിനൊഴികെ എല്ലാത്തിനും ഈ ലോകത്ത് സൊല്യൂഷനുണ്ട്. കാരണം ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നു അല്ലെങ്കിൽ പ്രായോഗികരിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണ്. പ്രത്യേകിച്ചും മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു സ്ഥാപനങ്ങളിലെ ജീവനക്കാരിലായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അഡ്മിനിസ്ട്രേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ട്സ്, അതിൻ്റെ HR സെക്ഷൻ, അങ്ങനെയുള്ള ഡിഫറൻ്റായ മേഖലകളാണ് പല ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫ് മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, അക്കൗണ്ട് മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, ഞാൻ കണ്ടപ്പോൾ എന്താണ് വളരെ ചെറുപ്പമുള്ള ആളുകളാണ് ചുറുചുറുക്കോടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അത്തരം കാര്യങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് വലിയൊരു ഗൈഡ് ലൈൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല പല ഘട്ടത്തിലും ഞാൻ കണ്ടപ്പോൾ മറ്റു കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു ഉടമ എന്നതിലുപരി വളരെ ഫ്രണ്ട്ലി ആയ ഒരു അപ്രോച്ച്. ഫ്രണ്ട്ലി മീൻസ് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ച്, കാര്യങ്ങൾ തുറന്നു പറയാനും ഒന്നും മറച്ചു വയ്ക്കാതെ അവതരിപ്പിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം, അത് ജീവനക്കാർക്ക് ശരിക്കും അത്തരത്തിൽ അങ്ങനെ നൽകുന്നത് കൊണ്ട് ശരിക്കും അതൊരു ബെനിഫിറ്റബിളായൊരു സംഗതിയാണ്. പലയിടത്തും ഉടമ വരുന്നു അല്ലെങ്കിൽ CEO വരുന്നു, MD വരുന്നു എന്ന് പറയുമ്പോഴേക്കും ഭയപ്പെട്ട് അല്ലെങ്കിൽ ഒരു ചുമരിന് പിന്നിലേക്ക് മാറുന്ന സാഹചര്യം മിക്ക ഘടകങ്ങളും കാണുന്നു. ഇവിടെ എന്താണ് അതിനെങ്ങനെ മാറ്റി ഇത്തരത്തിലൊരു അപ്രോച്ച് വരാൻ? അത് എന്താ വെച്ചാൽ നമുക്ക് ഈ ബന്ധങ്ങളിൽ ഒരു വ്യത്യസ്ത മനോഭാവത്തോടെ നമ്മൾ കാണുന്നതിനേക്കാൾ ഒരു സ്നേഹത്തോടെ അവരുടെ പ്രശ്നങ്ങളും കൂടി കേൾക്കാനും മനസ്സിലാക്കാനുള്ളൊരിതുണ്ടെങ്കിൽ കുറച്ചുകൂടി ആത്മാർത്ഥത കൂടും. അല്ലാതെ ഒരു ബോസിങ്ങിൻ്റെതോടുകൂടി എന്താ ചെയ്തില്ല, എന്താ തരുന്നു, മറ്റാണ് എന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തുന്നതിലേക്ക് പോകുമ്പോൾ അവർക്കും ഇതെപ്പോഴും എനിക്ക് ഒരു സൗകര്യം തരുന്നില്ല എന്നുള്ള കാര്യം. അവരുടെ പ്രഷേഴ്സ് ഉണ്ടല്ലോ എല്ലാവർക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് വീട്ടിൽ പ്രഷേഴ്സ് ഉണ്ട്, മനസ്സിലായി. അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അല്ലെങ്കിൽ ജോലിക്കുണ്ടെങ്കിൽ അവർക്കുള്ള പാക്ക് ചെയ്ത് കൊടുത്ത് കുട്ടികളുടെ കാര്യം നോക്കിയിട്ടൊക്കെയാണ് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്രഷേഴ്സും കൂടി ആകുമ്പോൾ അത് കൂടുതൽ. അപ്പോൾ അതിന് വർക്കിനത് ബാധിക്കുള്ളൂ. അതേസമയം അവർക്ക് ചെയ്യാനുള്ള അവരോട് പറയാം. ഞാൻ ശീലിച്ചൊരു എന്താണെങ്കിൽ ഞാൻ ആരും വർക്കിൽ ഇൻവോൾവ് ചെയ്യാറില്ല. എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും, അതവർ ചെയ്തിരിക്കണം. അതിനുള്ള സൊല്യൂഷൻ അവർ കാണും, അവർ വർക്ക് ചെയ്തോളൂ. അതിൻ്റെ റിസൾട്ട് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ആ റിസൾട്ടിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവരെ വിളിക്കും, കാണിക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യം അവരോട് പറയും, ഇന്ന പ്രശ്നമുണ്ട്, അതിന് സൊല്യൂഷൻ കാണണം. ഇപ്പോഴത്തതല്ല, ഒരു കാലത്ത് ഞങ്ങൾക്ക് ഓരോ ദിവസവും പെട്രോൾ പമ്പിലേക്ക് DD എടുക്കുന്നതിന് പൈസ തികയാതെ ഓടി നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഇന്നിപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു സെൽഫ് സഫിഷ്യൻ്റായി അത്യാവശ്യം കമ്പനി ലാഭത്തിലായി അതിലേക്കൊക്കെ എത്തിയല്ലോ. ആ കാലഘട്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പ്രഷേഴ്സ് എന്തായിരിക്കും മനസ്സിലായി. പലതൊന്നും പല അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ബാക്കി എടുത്തിട്ടൊക്കെ ഒരു പറഞ്ഞാൽ ലോഡ് വരില്ല, അടച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും പ്രഷേഴ്സ് എടുക്കാൻ തയ്യാറാണ്. പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്താണെങ്കിൽ 6 മണിക്ക് ശേഷം എല്ലാവരും അത് ഇവിടുന്ന് പോയിക്കൊള്ളാം എന്നുള്ളതാണ്. വളരെ റെയറായിട്ട് 6 മണിക്ക് ശേഷം കുട്ടികൾ കൂടെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ഇരിക്കാറുള്ളൂ. കാരണം അവർക്ക് അവരുടെ വീട്ടുകാര്യങ്ങളുടെ ബാക്കിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇവിടുന്ന് വണ്ടിയിൽ വീട്ടിലുണ്ട് എത്തിക്കാറുണ്ട്. അത് കമ്പനി ഇന്നേ വരെ. അപ്പോൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഒപ്പമുണ്ട് എന്നൊരു ചിന്ത അവർക്കുണ്ടാകുമ്പോൾ തിരിച്ചും ആത്മാർത്ഥം ഉണ്ടായിരിക്കും. അതിപ്പോൾ ഈ HR കൂടി പറഞ്ഞപ്പോഴാണ്, ഫസീല അക്കൗണ്ട്സിൽ നമ്മുടെ ജോബിയുള്ളപ്പോഴാണ് വരുന്നത്. ജോബിയുടെ കീഴിലാണ് വന്നിരുന്നു. അപ്പോൾ ആദ്യം ഡാറ്റ എൻട്രി മങ്ങൾ മാത്രം ഉണ്ടായിരുന്നു ട്രെയിനായിട്ട് വന്നത്. പക്ഷേ എന്തും പഠിക്കാനും ഉൾക്കൊള്ളാനുള്ളൊരു ഇത് ഫസീല കാണിച്ചിരുന്നു.
അപ്പോൾ ജോബി എന്നോട് പറഞ്ഞു കുറച്ചുകൂടി നമുക്ക് ഫസീല കുറച്ചുകൂടി അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. കൊടുക്കാൻ പറഞ്ഞു ഞാൻ. അങ്ങനെയാണ് പിന്നീട് HR സാബിറായിരുന്നു. സാബിറ പോയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു ഫസീലിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. വളരെ നന്നായിട്ട് തന്നെ. അപ്പം അതുവരെ ഫസീല HRൻ്റെ ഇത് ചെയ്തിട്ടില്ല. പക്ഷേ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, പഠിപ്പിച്ചു, ഏറ്റെടുത്തു. ഞാൻ പറയുന്നത് എനിക്ക് ആത്മാർത്ഥ വിശ്വാസമുണ്ടല്ലോ അവരിലൊക്കെ. എടുത്തു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും, പഠിച്ചിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതിനൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ആ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആത്മാർത്ഥം അവർ തെളിയിച്ചിട്ടുണ്ട് അവരെ. അപ്പം അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ സ്ഥാപനത്തിൻ്റെ ഉടമ വേറെ മറകളൊന്നും ഇല്ലാതെ തികച്ച അപ്രീസിയേഷൻ നേരിട്ട് പറയാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതെ. അപ്പൊ എന്നോട് എപ്പോഴൊക്കെയോ ബിസിനസ് യാത്രകൾക്കിടയിൽ എപ്പോഴോ പറഞ്ഞതിന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ ചില വനിതാ സ്റ്റാഫുകളുടെ ഒഫീഷ്യലി ചില എമർജൻസി കാര്യങ്ങൾ കമ്പനിയിൽ വന്നാൽ അസമയത്ത് പോലും, അസമയം മീൻസ് ഒരു രാത്രി ഒരു 7 മണി 8 മണിക്കൊക്കെ മുമ്പ് ഒരു എമർജൻസിക്ക് പോലും വിളിക്കാൻ ചില സ്വാതന്ത്ര്യങ്ങളുള്ള ചില ആളുകളിൽ പെട്ട ആളാണ് അഡ്മിനായ ദീപയാണെങ്കിലും, അതുപോലെ തന്നെ HR ഫസീലയാണെങ്കിലും, അതുപോലെ വിജയാണ്. അങ്ങനെ ചുരുങ്ങിയ ചില പേരുകൾ എപ്പോഴൊക്കെയോ എൻ്റെ യാത്രയിൽ എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ ആ വന്നതിന് ശേഷമുള്ള താങ്കളുടെ കൊണ്ടായ മാറ്റം, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വരുത്തിയ മാറ്റങ്ങൾ ഇവിടെ നിന്ന് എന്താണെന്നൊന്ന് പറയുന്നത്. 2012 ഞാൻ ഇവിടെ വരുന്നത്. കല്യാണം കഴിച്ച് ഈ നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്നതാണ്. നമ്മള് ട്രെയിനി ആയിട്ടാണ് വന്നത്. അന്നെന്ന് വെച്ചാൽ നമ്മുടെ മേളിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവരെന്തെങ്കിലും പറഞ്ഞത് ചെയ്ത് ഒക്കെ ഇരുന്നാൽ മതി. അന്ന് പറഞ്ഞ പോലെ സാറായിട്ട് അത്രയും പരിചയമില്ല. നമുക്ക് ഹെഡ് ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, മാഡം വഴിയൊക്കെ അല്ലേ. കുറച്ച് കഴിഞ്ഞൊന്ന് മെസ്സ് തുടങ്ങിയ സമയത്താണ് പിന്നെ കുറച്ചെങ്കിലും സാറിനോട് ശരിക്കും പറഞ്ഞാൽ 2018 കഴിഞ്ഞ പിന്നെയാണ് സാറിൻ്റെ അടുത്ത് നമ്മൾ ശരിക്കും കുറച്ച് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി, കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. നമ്മൾ MD എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേരെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനായി. ഒളിച്ചൊന്നും വെക്കാൻ നിൽക്കണ്ട. സാറേ ഇങ്ങനെ പറ്റി, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്. സാറിന് സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ സ്ട്രെസ് കൂടി അവിടെ കൊണ്ട് കൊടുക്കാം. പാരമേൽപ്പിക്കാൻ ഒരാളെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ എല്ലാവർക്കും MD അടുത്ത് പോയിട്ട് പറയാൻ പറ്റത്തൊന്നുമില്ലല്ലോ. നമുക്ക് മേളിലെ ആളുണ്ട്, നമുക്ക് ആരും പറയാം. പക്ഷെ ഇത് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് MD അല്ലേ സാറിന് ഇപ്പൊ എന്ത് പറയും, ഒഫീഷ്യൽ ആണെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും സാറിന്റെ അടുത്ത് നമുക്ക് പറഞ്ഞാൽ സാർ അങ്ങനെയാണ്, സാറത് അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ ദിവസം ഒരു ഇരട്ടി മധുരം എന്ന് തന്നെ വേണം ഇതിന് പറയാം. കാരണം ഒരു ജീവനക്കാരി വളരെ ആത്മാർത്ഥമായിട്ട് ആ കാര്യങ്ങൾ തുറന്നു പറയണം. കാരണം മറകളില്ലാതെ സാറിന് ഇരുത്തിയിട്ട് പറയണ്ടല്ല കേട്ടോ. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് സത്യമായിട്ടുള്ള കാര്യമാണ്. സ്റ്റാഫിനൊക്കെ സപ്പോർട്ട് ചെയ്യണ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ നമുക്ക് ഫിനാൻസിന് കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിലും സാറ് സമ്മതിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാറിനോട് നമ്മളെ ചോദിച്ചാൽ ചെയ്തോന്നാണ്. അല്ലാണ്ട് ഇതുവരെ ഒന്നിനും ഒരു കാര്യത്തിന് സാർ അങ്ങനെ വേണ്ടാത്തതാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ലാത്ത ഒരു കാര്യത്തിന് നമുക്ക് അങ്ങനെ അല്ല. സാറിന് പറയാം നിങ്ങൾ അത്തരത്തിൽ ചോദിക്കില്ല, വേണ്ടാത്തും ചോദിക്കില്ല സാറല്ല ഉറപ്പുണ്ട്. നമ്മളൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഞാൻ പറയുന്നതാണ് MD എന്ന് പറഞ്ഞിട്ടല്ല, നമുക്ക് എന്തും പറയാവുന്ന ഒരു MD ആണ്. ഒരു ഗോഡ് ഫാദറാണ്. എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷെ അതിലൊക്കെ കൂടി നമുക്ക് ഇഷ്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട് സാറിനോട്. നമുക്കൊരു പ്രശ്നം വന്നാൽ സൊല്യൂഷൻ അങ്ങോട്ട് ചെന്നാൽ മതി. ശരിക്കൊരു അംഗീകാരമാണ്. കാരണം വെച്ചാൽ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, അസൂയ തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഫേം നടത്തിക്കൊണ്ടു പോകാനും ഒരു ആരോഗ്യപരമായ അസൂയ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരുന്ന സമയത്ത് എനിക്ക് 5 മാസമുള്ളൂ എന്റെ കുഞ്ഞിനെ. 5 മാസമുള്ള കുഞ്ഞെന്ന് പറയുമ്പോ അസുഖങ്ങള് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ ട്രെയിനിങ് പീരീഡ് ഒരു 10 മാസത്തോളം ഞാൻ എല്ലാ മാസവും 7 ദിവസം ലീവാണ് കുട്ടീനെ കൊണ്ട്. സാധാരണ ട്രെയിനിങ് എന്ന് വെച്ചാൽ 3 മാസത്തെ പീരീഡിൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ എപ്പോ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ പറയാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. 12 വർഷമാണ് 13 വർഷമാണ് ഞാൻ. അപ്പൊ നമ്മള് സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ നമ്മള് ട്രെയിൻ ആയിട്ട് വന്നതാ. ഇപ്പൊ ഞാൻ ഫിനാൻസ് മാനേജർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ സപ്പോർട്ട് ചെറുതൊന്നല്ല. സാറ് തന്നെ അല്ല കേട്ടോ, ഇവിടുത്തെ എല്ലാ സ്റ്റാഫിന്റെ കയ്യിലുമുണ്ട്. എനിക്ക് തോന്നി. കാരണം വെച്ചാൽ നിങ്ങളെല്ലാവരും നിങ്ങൾ ബറ്റാലിയനാണ്, ഫാമിലി അല്ല. ശരിക്കും ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈഗോയാണെന്ന് പറയുന്നത് സ്റ്റാഫ് തമ്മിൽ. പക്ഷെ
ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അശോക് സാർ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും നിങ്ങൾ അല്ല, ഞാനും കണ്ടിരുന്നു. കാരണം ഈ തസ്തികകൾ വെച്ചിട്ട് അല്ലെങ്കിൽ സീനിയോറിറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം സാറിന്റെ അടുത്ത് വരാറുണ്ട്. ചെയ്യണമെന്ന് പറഞ്ഞ എല്ലാരും കൂടി ചെയ്യുകയാണ്. ഇപ്പൊ എന്നെ സാധനം പക്ഷെ അത് ആർക്കും അത് രീതിയായിട്ട് ഇപ്പൊ അതുണ്ടാവും. അത് ഞങ്ങൾ ചെയ്യാലോ. വിജിതയൊക്കെ എന്നൊക്കെ 6 വർഷത്തിന് മേലെ സീനിയേഴ്സാ. അതിന് താഴെ ഞാൻ വന്നേക്ക്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സീനിയർ എന്നുള്ളതൊന്നും അവർക്കില്ല. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ ചെന്നാ മതി. വിജിത എല്ലാവരും അങ്ങനെ. നമ്മളൊരു ഫാമിലി, ഇവരുടെ ഫാമിലിയിലുള്ള ഒരു പ്രശ്നം നമ്മുടെയും കൂടി പ്രശ്നമാണ്. തീർച്ചയായും ശരിക്കും ഒരു സ്ഥാപനത്തിന്റെ അസറ്റുകളാണ് ഇത്തരത്തിലുള്ള നീക്കം. എല്ലാത്തിന്റെയും ഗൃഹനാഥൻ കാര്യങ്ങളുണ്ട്. പറ്റിയെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കാന്ന് പറയുമ്പോ തന്നെ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടല്ലേ. തീർച്ചയായും ശരിക്കും വളരെയേറെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റായ ആക്ടിവിറ്റീസ് ഉള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ HR അത് മാത്രമല്ല, നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾ ഒക്കെ നടക്കും. കാരണം ഒരു ഉടമ വിചാരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരത്തിലേക്ക് ഒരു കാര്യത്തിൽ ഒരു പ്ലാനിനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരോ എന്നോട് സ്റ്റാഫ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു, ഒരു മെഷർമെൻറ്റ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്കുള്ള ദൂരം സാധാരണ രീതിയിൽ ഒരു ടേപ്പ് എടുത്ത് അളന്നിട്ടേക്ക് ഒരു പരിധി വരെ പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണയുള്ള ഒരാളെ സംബന്ധിച്ച് അപ്രോക്സിമേറ്റ് ഒരു 10 അടിയുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു 10 അടി എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ 8 അടിയാകാം, ചിലപ്പോൾ 12 അടിയായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നുള്ള പല ആളുകളും കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സാറിനോടൊപ്പം ഒരു മെഷർമെൻറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്തൊരു കൺസ്ട്രക്ഷൻ സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു അളവ് പറഞ്ഞു കഴിയുമ്പോൾ സാർ അത് 10 അടി നീളം വരുന്ന ഒരു വർക്കല്ലേ, അല്ലെങ്കിൽ 10 അടി നീളം വരുന്ന ഒരു ബീമല്ലേ എന്ന് സാറ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര ഒരു 10 അടി വലിപ്പമുള്ള ബീം നിർമ്മിച്ചാലല്ലേ ഇവിടുത്തെ പ്രശ്നം തീരുള്ളൂ എന്ന് സാറ് പറഞ്ഞാൽ അത് 8 അടി മതി. അതെന്താ അങ്ങനെ സാറ് പറയാൻ? അല്ല, ആ 8 അടി ദൂരമേ ഉള്ളൂ. അതൊരു പക്ഷേ കണ്ണെത്തുന്ന ദൂരത്തായിരിക്കും അളന്നു പോലും നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ സാർ അത് പറഞ്ഞാൽ അതൊരു 8 അടി എന്ന് പറഞ്ഞാൽ കറക്റ്റായ 8 അടി ആയിരിക്കും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ 25 വർഷമായില്ലേ. ഈ 25 വർഷമായിട്ട് ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷനിലും എല്ലാറ്റിലും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, മനസ്സിലായോ? പിന്നെ ഞാൻ എപ്പോഴും പല ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുണ്ട്, ഈ പ്രത്യേകിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റിന് പോകുമ്പോൾ ഈ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ മിക്കവാറും സ്ത്രീകളാവുമല്ലോ. അപ്പോൾ അവരോട് ഈ കളർ കോമ്പിനേഷനെ കുറിച്ച് പറയാറുണ്ട്. കളർ കോമ്പിനേഷനെ പറ്റി പറയുമ്പോൾ ഈ എല്ലാ കളറും തമ്മിൽ യോജിക്കില്ല. ചില കളേഴ്സിൻ്റെ എടുത്ത് കാണിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഏറ്റവും കളർഫുള്ളായിട്ട് വരുന്നത് റെഡാണ്. റെഡിനോട് ഏറ്റവും മാച്ച് ചെയ്യുന്നത് യെല്ലോ ആണ്. ഒരു കോമ്പിനേഷൻ്റെ അത് വരുമ്പോൾ നമ്മളെപ്പോഴും ഡ്രസ് കോഡിങ്ങിൽ, ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൽ വരുമ്പോൾ കളർ അതിൻ്റെ മെറ്റീരിയൽ പലതും ഉണ്ടല്ലോ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കണം എന്ന് പറയും. ഞാനൊരു ഉദാഹരണം അവരോട് പറയും. സ്ത്രീകളെ സംബന്ധിച്ചൊരു കല്യാണത്തിന് വന്നാൽ അവിടെയുള്ള എല്ലാ സ്ത്രീകളുടെയും ഡ്രസ്സ് അവർ നോക്കും. അത് ഓരോരുത്തരുടെ സാരി, അതിലുള്ള കോമ്പിനേഷൻ, ഷോളിൻ്റെ കളറ്, മറ്റത് അതുമാതിരി അതിൻ്റെ നെക്ക്, അതിൻ്റെ കൈ ഹൈറ്റ്, പുതിയ എന്താണ് ഫാഷൻ ഇറങ്ങിയാണ്, ഇതെല്ലാം അവർ ശ്രദ്ധിക്കും. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് ഫാഷൻ ഡിസൈനിൽ അവർക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾ ഈ കളർ കോമ്പിനേഷനും എന്തുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്തു എന്നുള്ളത് വരണമെങ്കിൽ ഡ്രസ്സിൻ്റെ പുതിയ ഒരു ഇത് മാത്രമല്ല, കളറിനും അതിലുണ്ട്, കളർ കോമ്പിനേഷൻ ഇതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതിലും ഉൾക്കണ്ണ് വേണമെന്ന് പറയും. കണ്ണുകൊണ്ട് കാണുന്നല്ല, നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നുകൂടി ശ്രദ്ധിക്കണം. ആണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുമ്പോഴേ കൃത്യം കിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു കുഴപ്പമെന്നാണെങ്കിൽ ഞാൻ എന്ത് കണ്ടാലും ശ്രദ്ധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ കിടക്കും. അപ്പോൾ അതിന് ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ ഒരു നല്ല ഇതല്ലത്, ഈ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ? ആ സിനിമകളുടെ ഒക്കെ അതിൻ്റെ പോസ്റ്റേഴ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ ആ സിനിമയെക്കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. കാണാത്തൊരു സിനിമയെക്കുറിച്ച് ഞാനൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ വരും. അതിലൊന്നാണ് ദിലീപ് പെൺവേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള എന്താ സിനിമയുടെ പേര്? എല്ലാവരും പറഞ്ഞു. ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല.
എന്താ കാരണം? അതിന് പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആ പോസ്റ്റിൽ ശ്രദ്ധിച്ചു, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഞാൻ പേര് പറഞ്ഞില്ലല്ലോ, എനിക്ക് പേര് അറിയാത്തതല്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ എന്ത് ചെയ്യുക, ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന പോലെയാണ്. കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നതിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഫീഡ് ചെയ്യാത്തവരെ എടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഒബ്സർവേഷൻ വെറുതെയുള്ളതല്ല, കൃത്യമായിട്ട് അതിൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടിപ്പോൾ വിജിത ആണ് അതിൻ്റെ ചാർജ്. വിജിത ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ഫ്രഷായിട്ടാണ് വരുന്നത്. അന്ന് നമ്മുടെ സൈമൺ സാറ്, അദ്ദേഹം സൂപ്രണ്ടിങ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം മരിച്ചു. വളരെ സ്ട്രിക്റ്റ്, വളരെ കറക്റ്റ്, മനസ്സിലായോ? അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറച്ചു വയ്ക്കാൽ വളരെ കൃത്യമായിട്ട് പറയും, പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇതാണ് ഇന്ന ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു, അങ്ങനെ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വിജിതയ്ക്ക് വളരെയധികം ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്താൽ വളരെ കൃത്യതയോടുകൂടി ഏതും പഠിക്കാൻ പറ്റും. ആ ഒരു ഇത് വിജിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല വിജിതയോട്. പിന്നെ ഞാൻ ഈ സിവിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ നേരത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലും അത്തരത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഒരു കാര്യം എനിക്ക് കൂടുതൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ടില്ല. പിന്നെ പല ഫീൽഡിൽ പോയി, എങ്കിലും പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ ഏത് വിഷയം ഉണ്ടെങ്കിലും, ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പം തന്നെ ആ പേപ്പർ എടുത്തൊന്ന് വരയ്ക്കും. അപ്പോൾ അതിൽ കറക്ഷൻസിൻ്റെ എല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സൊല്യൂഷൻ. ഞാൻ സൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല, ഓഫീസിൽ നിന്നുകൊണ്ട് ഇവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എവിടെയുള്ള ബിൽഡിംഗ് ആണെങ്കിലും. കാരണം ഒരു പ്ലാൻ കിട്ടുമ്പോൾ ആ പ്ലാൻ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിതുണ്ട്, അതിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ പോയി കണ്ടിട്ട് കൊണ്ടുവരും. അപ്പോൾ ആ ഉൾക്കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ട. ആ ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു കാര്യത്തിലും ഫെയിലിയർ ആവില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും വളരെ മോട്ടിവേറ്റഡ് ആയ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വിജിതയെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. വിജിത എന്തോ അസുഖവുമായി ബന്ധപ്പെട്ടോ എന്തോ ട്രീറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയായിട്ട് എന്തോ ബന്ധപ്പെട്ട് ലീവിലായിരുന്ന സമയമുണ്ട്, വീട്ടിലിരുന്ന സമയമുണ്ട്. അപ്പോൾ പറഞ്ഞു, വിജിത വീട്ടിലിരുന്നാലും ഇവിടെ ആ സൈറ്റിൽ നടക്കേണ്ട വർക്കുകൾ നടക്കും. അപ്പോൾ അതെങ്ങനെ നടക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പറഞ്ഞത് വിജിതയ്ക്കറിയാം അത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ നടക്കും എന്നുള്ള ബോധ്യം എന്ന് പറയും. അത് ഞാനിത് പറയാൻ കാരണം സാറിൻ്റെ ആ സെലക്ഷൻ മോശമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം ആ ഘട്ടത്തിലും ഇതൊരിക്കലും എന്താണ് റിവീൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. വിജിതയും ആ ഉൾക്കാഴ്ച എന്നുള്ളത് തെളിവ്. എങ്ങനെയാണ് വിജിത ഈ ഒരു എക്സ്പീരിയൻസിനെ കാണുന്നത്? ഞാനിവിടെ വരുന്നത് 2006-ലാണ്. അപ്പം ഞാനിവിടെ വരുമ്പോൾ ഒരു 2-3 മാസം ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ സൈറ്റ് വർക്ക് ചെയ്ത് എനിക്കൊട്ടും എക്സ്പീരിയൻസ് ഉണ്ടായില്ല. അപ്പോൾ സാറിവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു 3 മാസം നോക്കും, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് ബാക്കി പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സൈമൺ സാറായിരുന്നു ഇവിടുത്തെ സിവിൽ വർക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വന്നത്. അന്ന് തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് ഇന്ന് വരെ തിരിഞ്ഞു നോക്കേണ്ടി സാറിൻ്റെ നല്ലൊരു ട്രെയിനിങ്ങും മമ്മൂട്ടി സാറിൻ്റെ നല്ലൊരു സപ്പോർട്ടും എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സൈമൺ സാറ് ഇവിടെ നിന്ന് പോയി. അപ്പോൾ മമ്മൂട്ടി സാർ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവുന്നു. ആ സപ്പോർട്ട് ഇപ്പോഴും സാർ എനിക്ക് തരുന്നു. വളരെ അപ്രീഷിയേറ്റഡ് ആയ ഒരു കാര്യങ്ങളാണ്. പിന്നെ സാർ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നേരെ സാറിൻ്റെ അടുത്തൊന്നും സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം തന്നെ സാർ പേപ്പർ എടുക്കും, വരയ്ക്കും, ഇതുപോലെ ചെയ്താൽ മതി, അത് ഓക്കെ ആയിരിക്കും. തീർച്ചയായും ഞാൻ വന്ന് കയറിയപ്പോൾ കാണുന്നതാണ് പലതരത്തിലുള്ള കൺസ്ട്രക്ഷനുകൾ, അറ്റകുറ്റപ്പണികൾ, മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നു. അതിനകത്തുള്ള ഒരു ഒബ്സർവേഷൻ അന്നേരം മനസ്സിലായി. നിങ്ങളുടെ ടീമിനെ എനിക്ക് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ്. നമ്മുടെ പ്രേക്ഷകരോട് ശരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ആളുകളോട് നൽകാൻ കഴിയുന്ന ഒരു സംരംഭകൻ എന്ന നിലയിൽ ഇന്നത്തെ ഓണക്കാലത്ത് അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു മെസ്സേജ് എന്താണ്? ഓണക്കാലത്തിൻ്റേതായിട്ടല്ല, ജനറൽ മെസ്സേജ് അതാണ്. ജീവിതത്തിൽ നമുക്ക് കയറ്റിറക്കങ്ങളുണ്ടാവും, അത് സാധാരണയാണ്. വിഷമഘട്ടങ്ങളുണ്ടാവും, സന്തോഷഘട്ടങ്ങളുണ്ടാവും. അപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇതുണ്ടാവണം,
ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു നുണ പറയുക, അല്ലെങ്കിൽ എൻ്റെ പെട്ടെന്നുള്ളൊരു സാമ്പത്തിക മെച്ചത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ നുണ പറഞ്ഞുകൊണ്ടോ മറ്റു നേടിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളോട് വ്യത്യസ്തമായിട്ട് പറഞ്ഞ് അത് നമ്മുടെ ഇടയിലുള്ള ആൾക്കാരുണ്ടല്ലോ ഈ പറയുന്ന നേരത്തെ ഒരു ചോദ്യത്തിന് ഇതാണ്, ഇവിടെ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഈഗോ ഇല്ല മറ്റില്ല എന്ന് പറയാനുള്ള ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം കൂടിയാണ്. അതുള്ളിടത്ത് പ്രോഗ്രസ് ഉണ്ടാവില്ല. എവിടെയെല്ലാം ഈഗോ ഉണ്ടോ അവിടെ പ്രോഗ്രസ് ഉണ്ടാവില്ല. മനസ്സ് തുറന്ന് സംസാരിക്കുക. അതിൽ തെറ്റുകളുണ്ടാവാം, പക്ഷേ ആ തെറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വീണ്ടും ആ തെറ്റിലേക്ക് പോവില്ല. അല്ലെ അത് സാരില്ല ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് തള്ളിക്കളയല്ല, അതിനെ കറക്റ്റ് ചെയ്യലാണ്. അവിടേക്കാവണം നമ്മുടെ ശ്രദ്ധ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയും. പിന്നെ ആത്മവിശ്വാസം, എനിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടാവുക. ഇത് എനിക്ക് കഴിയില്ല എന്നുള്ളൊരു സംശയം വന്നാൽ അവിടെ നമ്മുടെ എല്ലാം തകരും. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മകളുടെ കുട്ടിയുമായിട്ട് വാക്സിനേഷൻ എന്നൊരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കുട്ടികളെ കാണിക്കുന്നൊരു ഡോക്ടറാണ് ആലുവയിലെ. അദ്ദേഹം വളരെ കൃത്യമായ എല്ലാ കാര്യങ്ങളും പറയുന്നൊരു വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ എന്തുണ്ടെങ്കിലും നേരിട്ട് വിളിക്കും. അദ്ദേഹത്തിൻ്റെ എൻ്റെ സൗകര്യം സമയം അനുസരിച്ചിട്ട് എനിക്ക് എപ്പോഴും അപ്പോയിൻമെൻറ്റ് വന്നിട്ടാണ് പോകാറ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു ഇതിനെപ്പറ്റി, കാരണം ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണല്ലോ. ഇന്ന് പലരും അതിലേക്ക് കൂടാതെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നൊരിതുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഇത് പറഞ്ഞു, ഈ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഒരു കുട്ടിക്ക് ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കിട്ടുന്നുള്ളൂ, മനസ്സിലാവും, അല്ലാതെ കൂടുതൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞു എന്ന് കരുതി നിങ്ങൾ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കരുത്. വീണ്ടും ഫീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് ബ്രെയിനിലേക്ക് ആ തോട്ട്സ് ചെല്ലുന്നത്. അത് കിട്ടുമെന്നുള്ളതിലാണ് വീണ്ടും ഈ തോട്ട്സ് ചെല്ലുന്നത്. അപ്പോഴേ ഹോർമോൺസ് വർക്ക് ചെയ്തുകൊണ്ട് വീണ്ടും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. കുഞ്ഞിനുള്ള പ്രതീക്ഷ, കുഞ്ഞിൻ്റെ പറയുന്നത് ഇത് ഒരു ഫീഡിങ് കഴിഞ്ഞ് പിന്നെ അടുത്തതിന് സമയമില്ല, ഇനിയിപ്പോൾ മിൽക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തില്ല. അത് വീണ്ടും ഉണ്ട് എന്നുള്ള നിലയ്ക്ക് കൊടുക്കാനുള്ള പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ആ പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾ വന്നാൽ കുട്ടിക്ക് എപ്പോഴും നിങ്ങൾക്ക് ആ ടൈം ഗ്യാപ്പിൽ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇല്ല എന്നുള്ള ചിന്ത ആദ്യം മാറ്റിക്കളയാൻ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് നമ്മുടെ ഹോർമോൺസിനെ, ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഡോക്ടർ പറഞ്ഞ് കോട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഹോർമോൺസിന് എനിക്ക് കഴിയും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. അവിടെ നമുക്കതിന് സാധിക്കും, വിജയിക്കാൻ കഴിയും. ഇതാണ്. അപ്പോൾ ഒരിക്കലും ഒരു നെഗറ്റീവ് തിങ്കിങ് ആയിട്ട് ഒരു കാര്യത്തിൽ ഇറങ്ങരുത്, മനസ്സിലാവും. ആ പോസിറ്റീവ് തിങ്കിൻ്റെ ഭാഗമാണ് ഈ മുഖത്തെ ചിരിയും ബാക്കിയൊക്കെ, മറ്റൊന്നുമില്ല. തീർച്ചയായും വണ്ടർമിൽ സ്റ്റുഡിയോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു ഓണമാണ് 2025 ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചറിനെ പോലുള്ള വലിയ ഒരു ഫേമിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ വണ്ടർമിൽ സ്റ്റുഡിയോസിന് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് തികച്ചും അഭിമാനകരമായ കാര്യമാണ്. അതിൻ്റെ സാരഥിയോടൊപ്പം, ആ സാരഥിക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ടീമിനൊപ്പം നമുക്ക് നന്നായി ഈ ഓണക്കാലം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഷബീന ടി.എ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീലാൽ പറമ്പാട്ടിൽ, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ശ്രീ അജയൻ, അങ്ങനെയുള്ള അതോടൊപ്പം തന്നെ ഫാൽക്കൻ്റെ ഡിഫറൻ്റായ ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായ നവ്യ അഖിലേഷ്, ആഗ്ര കൃഷ്ണ, അങ്ങനെ എല്ലാവരും കൂടെ അടങ്ങുന്ന 2025 ഓണം എന്ന് പറയുന്നത് ഫാൽക്കണോടൊപ്പം വണ്ടർമിൽ സ്റ്റുഡിയോസും വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു കാലം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.